നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീയായി ഉണ്ടാക്കിയ കുരുക്ക് നീയായിട്ട് തന്നെ അഴിച്ചെടുത്ത് എന്റെ മകൾക്കൊരു ജീവിതം കൊടുക്കണം. അതിന് നിനക്ക് കഴിയാതെ ഇതിങ്ങനെ നീണ്ടുപോയ ശ്രീകുട്ടിയും കൊണ്ട് ഞാനും കാഞ്ചനയും രാജ്യം വിടും. പോകുന്നത് നിന്റെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങിയിട്ടായിരിക്കും. പിന്നീട് ഞങ്ങളുടെ ഒരു മടങ്ങി വരവ് ഉണ്ടായിരിക്കില്ല സഞ്ജു. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നീ അനുഭവിച്ചറിയാൻ പോകുന്നതാണ്. എന്തായാലും മോളെ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ സ്വാതി മംഗലശ്ശേരിയുടെ പടിയിറങ്ങി പോയല്ലോ. ഇപ്പൊ അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം അതാ. ഇനി അവളുടെ ഒരു തിരിച്ചുവരവ് മംഗലശ്ശേരിയിൽ ഉണ്ടാവരുത്. ഇല്ല മമ്മി, അവൾ ഇനി തിരിച്ചു വരില്ല. അതിന് ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു. നിനക്കൊരു പാർട്ടി തന്നെ മമ്മി ഒരുക്കുന്നുണ്ട്. ഞാൻ മനസ്സ് തുറന്ന് ആഹ്ലാദിക്കണമെങ്കിൽ സഞ്ജു 2 ഭാര്യമാരും ഇല്ലാതെ ഒറ്റപ്പെടണം. കാര്യങ്ങൾ നമ്മൾ അവിടെ കൊണ്ടെത്തിക്കും മോളെ. കവിതയെ നമ്മൾ പിണക്കാതെ കൂടെ കൊണ്ടുപോണം. അവള് മംഗലശ്ശേരി ഒന്നോടെ വിഴുങ്ങാനാ കാത്തിരിക്കുന്നത്. സഞ്ജുവിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കവിത സ്വത്തുക്കൾ തട്ടിയെടുത്താൽ അവള് പിന്നെ നമ്മുടെ ശത്രുവാവും. ശരിയാ, ഗൗതമംഗളിനെ പോലും ചിലപ്പോ കവിതാന്റെ വേണ്ടാന്ന് വെക്കും. ഞാനിത് മമ്മിയോട് പറയാനിരുന്നതാ. അവള് മംഗലശ്ശേരിയിലെ വിത്താണെന്ന് എനിക്കറിയാഞ്ഞിട്ടാണോ? ഞാൻ അവളെ പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. സഞ്ജുവ ലക്ഷ്മിയുടെ ഭർത്താവാണെന്ന കാര്യത്തിൽ കവിതയ്ക്കിപ്പൊ സംശയം മാത്രമേ ഉള്ളൂ. ആ സംശയം ഇല്ലാതാക്കാനാണ് ഞാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കവിത ആ സത്യം തെളിവോടെ തിരിച്ചറിഞ്ഞാൽ സ്വാതിയുമായുള്ള സഞ്ജുവിന്റെ ഈ ബന്ധം അവസാനിക്കുമെന്നല്ലാതെ നമ്മളൊന്നും നേടാൻ പോകുന്നില്ല. കവിത പറഞ്ഞതുപോലെ ലക്ഷ്മിയെ ശ്രീദേവി മരുമകളായി അംഗീകരിക്കും. അതാണ് വിധിയെന്ന് സഞ്ജുവിനും കരുതേണ്ടി വരും. ലക്ഷ്മി ഐശ്വര്യമുള്ള പെണ്ണ. അത് ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കുമ്പോ അവൾ ഏത് വീട്ടിലാണോ ഉള്ളത് ആ വീട്ടിൽ ഐശ്വര്യ ദേവത കുടികൊള്ളൂന്ന. മംഗലശ്ശേരിയിൽ നിന്ന് നമുക്കിനി പടിയിറക്കേണ്ടത് ലക്ഷ്മിയെ തന്നെയാണ്. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ഇന്നും മംഗലശ്ശേരിക്ക് ഒരു കോട്ടോ സംഭവിക്കാതിരിക്കുന്നതിന് കാരണം ലക്ഷ്മിയാ. അവള് തന്നെയാ ഇനി ദക്ഷയുടെ ടാർഗറ്റ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.